മീൻസ് ഇന്നിപ്പോൾ മഴയൊക്കെ കാരണം ഒരല്പം ഒന്ന് വൈകി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ? അതെ അതെ അതെ, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നല്ല ചൂടിലായി. ഇന്നലെയൊക്കെ ഉള്ള യോഗങ്ങളിലൊക്കെ പലയിടത്തും കുടുംബയോഗങ്ങളിലൊക്കെ പോകുമ്പോൾ ആളുകളെല്ലാം ശരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂഡിലായി. അപ്പോൾ അത് ഒരു നല്ല രാഷ്ട്രീയം താഴെ ചർച്ച ചെയ്യാനുള്ള ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേകത, യഥാർത്ഥത്തിൽ കേരളം, പ്രത്യേകിച്ച് നിലമ്പൂർ, ഇടതുപക്ഷവും ഇടതുപക്ഷ വിരുദ്ധരും തമ്മിലുള്ള ഒരു 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 സമരമായിട്ട് അല്ലെങ്കിൽ ഒരു യുദ്ധമാക്കി ഇതിനെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയോട് ഞങ്ങളുടെ അഭ്യർത്ഥന നല്ല രാഷ്ട്രീയം പറയാനാണ്. ആ രാഷ്ട്രീയ സംവാദത്തിൻ്റെ നല്ല സാധ്യത നിലമ്പൂരിലുണ്ട്. പക്ഷെ അത്തരം ഒരു സംവാദത്തിന് തയ്യാറാകാതെ ഗവൺമെൻറ്റിനെ അവഹേളിക്കുക എങ്ങനെ എന്ന് ശ്രദ്ധിക്കുകയും ഒരിക്കലും കൂട്ടുകൂടാൻ പറ്റാത്തവരുമായി പോലും കൂട്ടുകൂടിയാലും ഈ തെരഞ്ഞെടുപ്പ് അത്തരത്തിലുള്ളൊരു ബാലികേറ മലയാണ് എന്ന് സ്വയം തന്നെ ബോധ്യപ്പെടുകയും ചെയ്യുന്ന വിധത്തിലുള്ളൊരു അനുഭവത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അത് വളരെ അപകടകരമാണ്. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ ഇതിലെ പ്രശ്നം. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതനിരപേക്ഷ മൂല്യവുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് കേരളത്തിൻ്റെ മുമ്പിൽ വികസനം മാത്രം പറയുന്ന ഒരു ഗവൺമെൻറ് അല്ല. അതിനേക്കാൾ ഉപരിയായി ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ മതേതര ബദൽ കേരളം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ശക്തരായിട്ടുള്ള വക്താക്കളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അഭിലഷണീയമായിട്ടുള്ള കാര്യം. ആ ഘട്ടത്തിൽ പോലും കേവല തിരഞ്ഞെടുപ്പ് വിജയം ഒരു ലക്ഷ്യമാക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രാഷ്ട്രീയം താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നമാണ് ഇടതുപക്ഷ ജനാധിപത്യം.